ഹലോ മക്കളെ, അപ്പോൾ നമുക്ക് ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു. ഓണാവധിയാണ്, ഓണാഘോഷങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ആലോചിച്ച് നമ്മളിനി ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലേ. അപ്പോൾ A+കളെ കുറിച്ച് ടീച്ചർ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ സന്തോഷമുള്ള സമയത്ത് വന്നതെന്നൊക്കെ മക്കൾ ആലോചിക്കുന്നുണ്ടാവും. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ഇനി അതിന് A+ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. പക്ഷേ ഇനി വരാനിരിക്കുന്ന പരീക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് അല്ലേ. കാരണം നമ്മൾ ഓണപരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് പരീക്ഷയുടെ ചോദ്യം എന്ന് പറയുന്നത് അടിമുടി മാറിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആധികാരികമായിട്ട് ടീച്ചർക്ക് മലയാളത്തെക്കുറിച്ചാണ് പറയാൻ പറ്റുക. മലയാളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ 2 മാർക്കിൻ്റെ ചോദ്യം 3 മാർക്കിലേക്ക് മാറി, 4 മാർക്കിൻ്റെ ചോദ്യം 5 മാർക്കിലേക്ക് മാറി, 6 മാർക്കിൻ്റെ ചോദ്യം 7 മാർക്കിലേക്ക് മാറി. പിന്നീട് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ സ്റ്റൈലിലുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. 3-1 ചുരുക്കി എഴുതാനുള്ള ചോദ്യങ്ങൾ വന്നു. ഇങ്ങനെ അടിമുടി മലയാളം ചോദ്യ പേപ്പർ മാറി അല്ലേ. അപ്പോൾ മലയാളത്തിനാണെങ്കിൽ പോലും എന്താണ്, നന്നായി പഠിച്ചില്ലെങ്കിൽ A+ പോയിട്ട് നമ്മൾ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ വരെ സംശയമാണ്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളെങ്കിലും നമ്മൾ നന്നായി പഠിച്ചില്ലെങ്കിൽ എന്താണ്, നമുക്ക് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വെറുതെ ചോദ്യം പഠിച്ചു പോയിട്ട് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് എന്താണ്, ഇനി അതുകൊണ്ട് കാര്യമില്ല അല്ലേ. നമ്മൾ ആശയം മനസ്സിലാക്കി, പാഠഭാഗം മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ളത് എന്താണ്, 2.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് എക്സാം ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കലോത്സവങ്ങളുണ്ട്, ശാസ്ത്രോത്സവം വരാനുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾ തിരക്കിലാവും. അതേപോലെ തന്നെ എന്താണ്, ക്ലാസ്സുകൾ കുറയും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മളുടെ പഠനം ഒരു പാതി വഴിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ പരീക്ഷ വരാതിരിക്കുന്നില്ല, കൃത്യസമയത്ത് പരീക്ഷ വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നേരത്തെ വളരെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴത്തെയും പോലെ സൈലം എപ്പോഴും നിങ്ങൾക്ക് വിശ്വസിച്ച് കൂടെ കൂട്ടാവുന്ന തരത്തിൽ സൈലം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ പരീക്ഷ മുന്നേ കൂട്ടി നമ്മൾ അത്രയധികം അല്ലേ ടഫായിരിക്കുമെന്നും നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു പാറ്റേണുകൾ മാറുമെന്ന് പറഞ്ഞപ്പോൾ, ടെക്സ്റ്റ് ബുക്കുകൾ മാറിയ സമയത്ത് തന്നെ എന്താണ്, നമ്മൾ മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പഠിച്ച് വന്ന കുട്ടികൾക്ക് അതിൻ്റെയൊക്കെ മാറ്റം പരീക്ഷ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇനിയും നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ അസ്ത്ര 3.0 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓഫറുകളൊക്കെ, ഓണം സംബന്ധിച്ച് ഓഫറുകളൊക്കെ നിലവിലുള്ള സമയമാണ്. അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് ഇനിയുള്ള പരീക്ഷകൾ നമുക്ക് ഉഷാറായിട്ട് എഴുതണം. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക.